ഏതാണ്ട് മണിക്കൂറുകൾ സംസാരിച്ചും മനസ്സ് തുറക്കുന്നില്ല. നിരീക്ഷിക്കുകയാണ് പൾസർ സുനി. ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്താൽ, വഞ്ചിച്ചാൽ പണി ഉറപ്പാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് പിറകിൽ ഒരാൾ കത്തിയുമായി വരുന്നത്. എന്താണ് എന്ന് പ്രത്യേകിച്ച് കാര്യമില്ലാതെയാണ് വരുന്നത്. ചിലതൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ദിവസം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എം.വി. നികേഷ് കുമാറിനെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപകടമാണ്, ശ്രദ്ധിക്കണം. കാരണം മറുതലക്കൽ ഉള്ളവർ എന്തും ചെയ്യും. അവരുടെ നിലനിൽപ്പാണ് അവർക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ പിന്തുടരും, അപകടപ്പെടുത്തും, ശ്രദ്ധിക്കണം. അതിങ്ങനെ മുന്നറിയിപ്പായി ഇങ്ങനെ വരുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ അവർ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായപ്പോൾ വല്ലാതെ മനസ്സ് വിഷമിച്ചു പോയി. മറ്റ് പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുക, അയ്യോ ഒരു പുതിയൊരു നിയമക്കുരുക്കിലേക്ക് പോകണം എന്നൊരു ചിന്ത പെട്ടെന്ന്. കാരണം കോടതിക്കെതിരെ ഒന്നും വാർത്ത കൊടുക്കാൻ തയ്യാറാകില്ല പൊതുവെ. പക്ഷേ ഇത് വന്നേ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് വാർത്ത കൊടുക്കുമ്പോൾ, കാരണം ദൃശ്യങ്ങൾ, പീഡന ദൃശ്യങ്ങളാണ് പൊതു ഇടത്തിലേക്ക് എത്തിയെന്ന സംശയം നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന, അവരുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസം എത്രയെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതിൽ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അത് മാനസിക ആഘാതം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അത് ടെലികാസ്റ്റ്. അതിലൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാവും അത് മുഴുവൻ കേൾക്കുമ്പോൾ. മാത്രമല്ല, ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത ആ വെളിപ്പെടുത്തൽ പൂർണ്ണമായും കേട്ടുകഴിഞ്ഞാൽ തന്നെ അതിൽ പലതും പൾസർ സുനിക്ക് കുരുക്കാകുന്നതാണ്. മലേന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ നടിയാക്രമിച്ച കേസിൽ തുടരന്വേഷണം വരികയാണ്. ഏറ്റവും നിർണായകമായ ഒരു ഈ ഒറ്റ വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അതും സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രഗത്ഭരായ ഓഫീസർമാരാണ്. നികേഷ് കുമാർ അന്ന് പറഞ്ഞത് ഇത്ര മാത്രമാണ്: നമ്മൾ ഇതൊരു ജേർണലിസമായി, ഇതൊരു മാധ്യമ പ്രവർത്തനമല്ല, ഇതൊരു ആക്ടിവിസമാണ് എന്ന് മനസ്സിൽ കണക്കാക്കണം. ചിലപ്പോൾ കുറേ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടു, അക്രമങ്ങൾ പോരാടാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നികേഷ് കുമാർ. റോഷി ബാൽ 2017 ഫെബ്രുവരി 17 കേരളത്തെ തന്നെ നടുക്കിയ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവം അരങ്ങേറുന്നു. അത് വാർത്തയായി ആ വിവരം പുറത്തു വരുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് വലിയ വാർത്തയായി കൊടുക്കുന്നു. ആഴ്ചകളോളം അതിൽ ചർച്ചകൾ നടത്തുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ അതിൽ പ്രതിയായി വരുന്നു, ജയിലിലേക്ക് പോകുന്നു. മാത്രമല്ല, മലയാള സിനിമയിൽ തന്നെ സ്ത്രീകൾ നേരിടുന്ന അനീതിക്കെതിരെ പല ചെറുത്തുനിൽപ്പുകളും ഉണ്ടാകുന്നു. മലയാള സിനിമയിൽ തന്നെ പല മൂവ്മെൻറ്റുകൾ പോലും പുതിയതായി വരുന്നതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും കാലങ്ങൾക്കപ്പുറത്ത് ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിയായിട്ടുള്ള ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി പറയട്ടെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ ഒരു വിചാരണ എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഒരു സ്ഥാപനവും റോഷി ബാൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുകയായിരുന്നു. അതായത് ഇതിലെ തെളിവുകൾ, ഇതിലെ കണ്ടെത്തലുകൾ, ഇതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന, ഇതിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടത്തിയിരുന്നത്. ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ അന്വേഷണ ഘട്ടത്തെ പോലും ഒരു വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക് നമ്മുടെ കണ്ടെത്തലുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യാത്ര ഉണ്ടാവുമല്ലോ, അത് തുടക്കം, ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് റോഷി ബാൽ തീരുമാനിച്ചൊരു ഘട്ടം ഉണ്ടാകുമല്ലോ. അതെപ്പോഴാണ്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കേസിലേക്ക് എത്തുന്നത്? റോഷി, ഇതിൽ 2021 ഡിസംബർ മാസമാണ്. ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് ബ്യൂറോ ചുമതലയുണ്ടായിരുന്നു. അന്ന് അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ വരികയാണ്. പരിചയപ്പെടുത്തുന്നു, മറുതലക്കൽ ബാലചന്ദ്രകുമാർ എന്നാണ് പേര്. കാണാൻ പറ്റുമോ? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പറയാനാണ്. സ്വാഭാവികമായി നിരവധി കോളുകൾ വരുന്നതുകൊണ്ട് കാണാം, ഓഫീസിലേക്ക് വന്നാൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ ഓഫീസിലേക്ക് കടന്നു വരികയാണ്. ഒരു 45-50 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ വരുന്നു. ബാഗുമായി വന്ന് ഒരു കെട്ട് പേപ്പറും, അതിൽ ഒരു കുറച്ച് പേപ്പറിൻ്റെ പകർപ്പുകളാണ്, രേഖകളുടെ പകർപ്പ് എനിക്ക് കൈമാറി ഈ കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം ഇത് ചുരുക്കി പറയുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. കാര്യങ്ങൾ ഓടിച്ചു നോക്കി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. ഇത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ്. അതിനകത്തുള്ള പുള്ളിക്ക് പറയാനുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നു കൃത്യമായി. അപ്പോൾ ഗൗരവം മനസ്സിലായപ്പോൾ ഞാൻ വിശദമായി, അദ്ദേഹത്തിനും പോകണം, എനിക്കും മറ്റൊരിടത്തേക്ക് പോകാനുണ്ടായിരുന്നു, അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിന്നീട് ഈ പരാതിയുടെ പകർപ്പ് മുഴുവനായി വായിച്ചപ്പോഴാണ് ഇത് വളരെ ഗൗരവമുള്ള, പ്രത്യാഘാതം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കി
അത് പിന്നീട് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ബാലേന്ദ്രകുമാറിൻ്റെ ഒരു പ്രതികരണം എടുക്കാം, അങ്ങനെ ബാലേന്ദ്രകുമാറിൻ്റെ ഒരു അഭിമുഖം ചിത്രീകരിക്കുന്നു തിരുവനന്തപുരത്ത്. അന്ന് പരിമിതമായ സൗകര്യങ്ങളാണ്, ആ സൗകര്യങ്ങളിൽ വെച്ച് ഒരു അഭിമുഖം ചിത്രീകരിക്കുന്നു. സിംഗിൾ ക്യാമിലാണ് അത് ചിത്രീകരിച്ചത്. അത് ചിത്രീകരിച്ച് അതിനുശേഷമാണ് ഞാൻ അന്ന് എഡിറ്റർ ഇൻ ചീഫായ എം വി നികേഷ് കുമാറിനെ കാര്യം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നികേഷ് കുമാർ അത്ര കാരണം നമുക്ക് ടെലിഫോണിൽ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താനുള്ള പരിമിതികളുണ്ടാവും. അപ്പോൾ ആണോ, ഓക്കെ, ഒരു കാര്യം ചെയ്യണം, ഒന്നുകൂടെ സീരിയസ് ആയി അത് പരിശോധിക്കണം, കാരണം വലിയ അഭിഭാഷകരൊക്കെയാണ് പ്രതിഭാഗത്തുള്ളത്. ഏതെങ്കിലും തരത്തിൽ പാളിപ്പോകുമോ അതിന് നിയമവശം കൂടെ പരിശോധിക്കണം, കാരണം തെളിവില്ല, ഒരാൾ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. ഒരു പരിശോധനയൊക്കെ നടത്തി ടെലികാസ്റ്റ് ചെയ്യും. അത് ഡിസംബർ 25-ന് ടെലികാസ്റ്റ് ചെയ്തതോടെ പിന്നെയാണ് കാര്യങ്ങൾ മാറി മറയുന്നത്. അത് ടെലികാസ്റ്റ് ചെയ്തു. ആദ്യ മിനിറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ നിന്നും ഫോൺ കോൾ വരുന്നു. അന്വേഷണ സംഘം അത് ഈ കാര്യങ്ങൾ പറഞ്ഞത് പലതും ഈ കേസുമായി ബന്ധപ്പെട്ടതാണ്, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് തുടരന്വേഷണത്തിന് വഴിയൊരുക്കാവുന്ന ചില തെളിവുകൾ ഇയാളുടെ കൈവശമുണ്ടെന്ന് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ പറയുന്ന ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പരിഗണനയിൽ വന്നിട്ടില്ല. ഇല്ല, ഒരിക്കലും ബാലചന്ദ്രകുമാർ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ദിലീപുമായുള്ള ഫോൺ കോൾ മായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമികമായ ഒരു മൊഴിശേഖരണം തുടക്കത്തിലുണ്ടായിരുന്നു. അത് ഗൗരവത്തിലല്ല, നിരവധി പേര് 100 കണക്കിന് ദിലീപുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുമ്പോൾ ബാലേന്ദ്രകുമാർ അതിനപ്പുറത്തേക്ക് അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 30 മിനിറ്റുള്ള അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും അന്വേഷണത്തിന് സഹായകരമാകും എന്ന അവർ മനസ്സിലാക്കുന്നു. അവർ ഉടൻ തന്നെ ബന്ധപ്പെടുന്നു. ബാലേന്ദ്രകുമാറിനെ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് സൂക്ഷിക്കണം, അപകടം പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നു. അങ്ങനെ ബാലേന്ദ്രകുമാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. തൊട്ടടുത്ത ദിവസങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ കുറച്ച് വിവരങ്ങൾ പുറത്തേക്ക് നമ്മൾ വിടുന്നു. അങ്ങനെ ഒരു 3 ദിവസമൊക്കെ പിന്നിട്ട് പതുക്കെ അത് പോലീസ് അതിൻ്റെ വിശദാംശങ്ങൾ ഒരു ഭാഗത്ത് രഹസ്യമായി ശേഖരിക്കുന്നുണ്ട്. ഏതാണ്ട് ഇത് കഴിഞ്ഞ് ഒരു 10-12 ദിവസം കഴിയുമ്പോഴാണ് സംസ്ഥാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. ബാലേന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ നടിയാക്രമിച്ച കേസിൽ തുടരന്വേഷണം വരികയാണ്. ഏറ്റവും നിർണായകമായ ഒരു ഈ ഒറ്റ വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അതും സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രഗത്ഭരായ ഓഫീസർമാരാണ്. അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ വലിയൊരു സംഘം ഉദ്യോഗസ്ഥന്മാർ, IG-മാരും SP-മാരും അടങ്ങുന്ന വലിയ സംഘം ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ തുടരന്വേഷണം ഏറ്റെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിർണായകമായ ഓരോ വിവരങ്ങൾ, ഈ ബാലേന്ദ്രകുമാർ കൈമാറിയ ഓഡിയോ ടാപ്പുകൾ, ദിലീപുമായുള്ള സംഭാഷണം, ദിലീപിൻ്റെ വീട്ടിൽ ദിലീപിൻ്റെ കൂട്ടാളികളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പലതും ബാലേന്ദ്രകുമാർ പകർത്തിയിരുന്നു. അതിൽ ചില സംഭാഷണങ്ങളൊക്കെ ഏറ്റവും നിർണായകമായിട്ടുണ്ട്. എന്തായാലും അന്ന് ഈ ബാലേന്ദ്രകുമാറിൻ്റെ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം പോലീസ് ഓഫീസർമാരുമായി സംസാരിച്ച ഘട്ടം മുതൽ പിന്നീട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, ഇത് ഇവിടെ അവസാനിക്കില്ല, ഇത് ദീർഘകാലം പിന്തുടരേണ്ട ഒരു കേസായിരിക്കുമെന്ന് അന്ന് തന്നെ മനസ്സിൽ കണക്കൂട്ടിയതാണ്. അപ്പം അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഈ കേസിനൊപ്പം. ഇപ്പോൾ ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യം കൂടി ആദ്യമായി പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും ബാലേന്ദ്രകുമാറിന്റെ അതിലെ ഏറ്റവും പ്രധാന വെളിപ്പെടുത്തൽ അതായിരുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമില്ലെന്ന് ഈ ദിലീപ്, 8ാം പ്രതിയായ ദിലീപിന്റെ വാദമാണ്. അത് പൂർണ്ണമായും പൊളിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ബാലേന്ദ്രകുമാറിന്റെ ഭാഗത്ത്. ഇന്നേ ദിവസം പൾസർ സുനിയെ ദിലീപിൻ്റെ വീട്ടിൽ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ നിന്നും സഹോദരനൊപ്പം, ദിലീപിൻ്റെ സഹോദരനൊപ്പം യാത്ര ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു ഭാഗം പറഞ്ഞിരുന്നു. അത് ഏറ്റവും പ്രധാനമായി, അത് ഈ പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിരുന്നില്ല. പോലീസ് അത് അന്വേഷിക്കുന്നു, അന്ന് അവിടെ എത്തിയോ എന്ന് നോക്കുന്നു. കാരണം അത് കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ ടവർ ലൊക്കേഷൻ, അതിനു പുറമെ ആ ഹോട്ടലിൽ താമസിച്ച ഹോട്ടൽ ഇന്നേതാണെന്ന് പറയുന്നു, അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസിന് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ബാലേന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം പൂർണ്ണമായി സത്യമാണെന്ന് ദീർഘകാലമായി നടത്തിയ അന്വേഷണത്തിൽ അത് ഘട്ടഘട്ടമായി അത് ബോധ്യമായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു റിപ്പോർട്ടർ TV അല്ല അന്ന്.
ഈ പറയുന്ന ഇത്രത്തോളം ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ഇത്രത്തോളം സംവിധാനങ്ങളില്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം യഥാർത്ഥത്തിൽ നടത്തിയത്. അപ്പോൾ ആ റോഷിവാലിൻ്റെ ഒരുപാട് കണ്ടെത്തലുകൾ, അത് ആ വിവരങ്ങൾ, ഡെസ്കിലേക്ക് എത്തുന്ന വിവരങ്ങൾ ചർച്ചകളായിട്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു എഡിറ്റർ MV നികേഷ് കുമാർ, അത് കേരളം തന്നെ അത്രത്തോളം ശ്രദ്ധയോടെയാണ് അത് കേട്ടിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങളും റിപ്പോർട്ടർ TV ഓരോന്നായി ഇങ്ങനെ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് MV നികേഷ് കുമാറിൻ്റെ ഒരു പങ്കുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു യാത്രയിൽ. അതെങ്ങനെയാണ്? MV നികേഷ് കുമാർ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൃത്യമായ നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടിയാക്രമിച്ച കേസിൽ ഒരു തുടരന്വേഷണം പോയിട്ട് അതിനപ്പുറത്തേക്കൊന്നും പോകില്ലായിരുന്നു. കാരണം ഈ കേസിൻ്റെ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നതും തുടരന്വേഷണവും. അത് സംപ്രേഷണം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം പിന്നീട് ബാലേന്ദ്രകുമാർ തന്നെ റിപ്പോർട്ടറിൻ്റെ ഒരു ചർച്ചയിൽ ആ കാര്യങ്ങൾ ചില മാധ്യമങ്ങളെ സമീപിച്ചതും അതൊക്കെ പറഞ്ഞിരുന്നു. പണം വാങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ബാലേന്ദ്രകുമാർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നികേഷ് കുമാർ അന്ന് പറഞ്ഞത് ഇത്ര മാത്രമാണ്: നമ്മൾ ഇതൊരു ജേർണലിസമായി, ഇതൊരു മാധ്യമ പ്രവർത്തനമല്ല, ഇതൊരു ആക്ടിവിസമാണ് എന്ന് മനസ്സിൽ കണക്കാക്കണം. ചിലപ്പോൾ കുറേ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും, അക്രമങ്ങൾ വരും. പോരാടാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നികേഷ് കുമാർ. കോടതി അലക്ഷ്യ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 1-2 വർഷം ജയിലിൽ കിടന്നാൽ മതിയല്ലോ എന്നാണ് എൻ്റെ മറുപടി. പറഞ്ഞു കൊള്ളാം, ഇനി കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ആ വിഷയം ഒരു ഗാഢമായ പഠനം നടത്താൻ പുള്ളി തയ്യാറായിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ, ശേഖരിച്ച രേഖകൾ പരസ്പരം പങ്കുവെച്ച് അതിൽ ചർച്ചകൾ നടന്നു. MV നികേഷ് കുമാർ തന്നെ അതിൽ, പിന്നെ നമ്മുടെ അന്നത്തെ ഡിജിറ്റൽ ടീം, അതൊക്കെ പരിമിതമായിരുന്നു. നമ്മുടെ ടെക്നിക്കൽ സംവിധാനങ്ങൾ പോലും പരിമിതമായിരുന്നു, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ സ്വീകാര്യത ആ സമയത്ത് നമുക്ക് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ അന്ന് ഏറ്റവും ബുദ്ധിമുട്ടിയ സമയമാണ്. കൃത്യമായി നമുക്ക് നമ്മുടെ വരുമാനമൊക്കെ പരിമിതമായതുകൊണ്ട് തന്നെ കൃത്യമായ ശമ്പളം പോലും നൽകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ യാത്രകൾ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ പരിമിതമായ സംവിധാനത്തിലൂടെ യാത്ര ചെയ്ത്, കാരണം കൊച്ചിയിലേക്ക് വരണം പല ഘട്ടങ്ങളിലും, കൊച്ചിയിലേക്കുള്ള യാത്രയൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിയാണ് അന്ന് ചെയ്തത്. ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഫോളോ ചെയ്യുന്നു ഓരോ ഘട്ടങ്ങളിൽ. ഇപ്പോൾ ഒരു സാക്ഷി മൊഴിമാറ്റി, അത് കാശ് കൊടുത്തിട്ടാണ് മൊഴിമാറ്റിയെന്ന് വിവരം ലഭിച്ചപ്പോൾ ആ സാക്ഷിയെ കാണാൻ പോകുന്നു. അപ്പം അതിന് നമ്മൾ അന്ന് ക്യാമറാമാൻ ഡ്രൈവറാണ്, അന്നത്തെ വീഡിയോ ജേർണലിസ്റ്റ് ആണെന്ന് ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോകുന്നു. അതൊക്കെ റിസ്കി ഓപ്പറേഷനാണ്. ഇന്ന് കുറച്ചും കൂടെ നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. അന്ന് എന്തായാലും നികേഷ് കുമാർ റിപ്പോർട്ടർ TVയിലുള്ള ആ ഘട്ടം വരെ അതിനൊപ്പം പുള്ളി ഓടുകയായിരുന്നു. അതിന് വലിയ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVയും വല്ലാതെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും റിപ്പോർട്ടർ TVയും പ്രതിസന്ധിയിലായിട്ടുണ്ട്. വ്യക്തിപരമായി MV നികേഷ് കുമാറും വല്ലാതെ കാരണം അതെ, ഒരു സുപ്രഭാതത്തിൽ 7 കേസുകളാണ് സ്വമേധയാ എന്ന പോലെ. ഒരു അർദ്ധരാത്രി 7 കേസുകൾ MV നികേഷ് കുമാറും ഞാനും പ്രതിയായിക്കൊണ്ട് റിപ്പോർട്ടർ TVക്കെതിരെയുള്ള കേസുകളാണ്. കോടതിയിലെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അങ്ങനെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ, ഒരു വ്യക്തതയില്ല, ആരാണ് പരാതിക്കാരെന്ന് വ്യക്തതയില്ലാതെ ഒരു വിവിധ സ്റ്റേഷനുകളിലായി കേസുകൾ വന്നു. കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ മാത്രം. പിന്നീട് അങ്ങനെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേസുകൾ വരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അറ്റാക്ക്, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നിരന്തരം അറ്റാക്ക്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമായിരുന്നില്ല. കാരണം MV നികേഷ് കുമാർ തന്ന ആ പിന്തുണ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പിന്തുണയായിരുന്നു. അങ്ങനെ ചേർത്ത് നിർത്തിയുള്ള ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നു. ഏറ്റവും മുതിർന്ന, എന്നേക്കാൾ എത്രയോ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അനുഭവസമ്പത്തുള്ള മാധ്യമ പ്രവർത്തകൻ. പക്ഷെ ഒപ്പമൊന്നു അങ്ങനെയുള്ള ഒരു ഫൈറ്റായിരുന്നു അത്. സത്യത്തിൽ ഇത് ഫൈറ്റാണത്. ഇപ്പോഴും ഞാനതാണ് ഇന്നലെയും നമ്മൾ തത്സമയം വാർത്ത കൊടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊരു ആക്ടിവിസമാണ്. ഇത് മാധ്യമ പ്രവർത്തനം എന്ന് നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ഒരു വിവരം വരുന്നു, അതിൽ നമ്മൾ കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. കാരണം മറുഭാഗത്തുള്ളത് ഒരു നിരാലംബയായ യുവ നടിയാണ്. അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അപ്പം ഒപ്പം നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതി തന്നെ പറയുന്ന വെളിപ്പെടുത്തൽ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നത്, ഈ പ്രതി ഇങ്ങനെ ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്വേഷണത്തിൽ തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറെ നിർണായകമായി മാറാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും പുതിയതായി നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നേരത്തെ റോഷിവാൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വലിയൊരു സംഘമാണ്. ഇപ്പോൾ മലയാള സിനിമയെ ഒരു സമയത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരു നടൻ,
അല്ലെങ്കിൽ ഈ പറയുന്ന തനിക്കെതിരെ വന്നിട്ടുള്ള വളർന്നു വരുന്ന പല നടന്മാർക്കെതിരെയും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന ആരോപണം നേരിടുന്ന ഒരു നടനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പൾസർ സുനിയെ പോലുള്ള വലിയ കൊട്ടേഷൻ സംഘങ്ങൾ കൂടി നിൽക്കുന്നു. പക്ഷേ ഈ ഒരു കേസിനെ ഇത്രത്തോളം കാലം അല്ലെങ്കിൽ ഇനിയും ഇത് പിന്തുടരാമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു കാര്യം അത് ചെറുതല്ല. നമുക്ക് പലപ്പോഴും അറിയാം, മാധ്യമപ്രവർത്തകരൊക്കെ എത്രത്തോളം ഭീഷണിയും അല്ലെങ്കിൽ പല പ്രതിസന്ധികളും നേരിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ അത് കേരളത്തിലെ മാത്രം സംഭവമല്ല, ദേശീയ തലത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം മാധ്യമപ്രവർത്തകർ നേരിട്ടിട്ടുള്ള ഭീഷണിയെക്കുറിച്ച്. അപ്പോൾ ഇത്തരമൊരു കേസ്, ഇത് സമാനമായ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ, അതിൽ ഒരു ഭീതിയോ ഒക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ആ ഒരു ധൈര്യം അതെങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്? റോഷി, അതിൽ പലപ്പോഴായി സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരും പരിചയക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഇത് വലിയ അപകടമാണ്. അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിരുത്സാഹപ്പെടുത്തുന്നവരല്ല. അവർ കൃത്യമായി ഈ വാർത്തകൾ കാണുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ആളുകളാണ്. അപകടമാണ്, ശ്രദ്ധിക്കണം. കാരണം മറുതലക്കൽ ഉള്ളവർ എന്തും ചെയ്യും. അവരുടെ നിലനിൽപ്പാണ് അവർക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ പിന്തുടരും, അപകടപ്പെടുത്തും, ശ്രദ്ധിക്കണം. അതിങ്ങനെ മുന്നറിയിപ്പായി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. സ്വാഭാവികമായും ഒരു ലക്ഷ്യം നമ്മൾ അത് ഫിക്സ് ചെയ്യുകയാണ്. ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തെത്തിക്കണം. എന്താണ് ഇതിൻ്റെ രഹസ്യങ്ങൾ, ഉള്ളറകളിൽ കിടക്കുന്ന രഹസ്യങ്ങൾ, അത് സത്യം എന്താണെന്ന് പുറത്തെത്തിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇതൊന്നും നമ്മൾ അങ്ങനെ അത്രത്തോളം അങ്ങനെ ആലോചിച്ച് ഒരു ആശങ്ക മനസ്സിൽ ഉണ്ടാക്കുന്നില്ല, ബോധപൂർവമല്ല. പക്ഷെ നമ്മൾ ഇതിലിങ്ങനെ യാത്രയാണ്. ആ യാത്രയിൽ പല തടസ്സങ്ങളിങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചില ആളുകൾ സ്വാധീനിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അപ്രതീക്ഷിതമായി തന്നെ ചിലർ വളരെ സ്നേഹത്തോടെയുള്ള ഭീഷണി ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ അവഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. അത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ്, അന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചതായിരുന്നു അല്ലേ, അല്ലെങ്കിൽ അത് ഭീഷണിയായിരുന്നു അല്ലേ എന്നൊക്കെ പിന്നീടാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം മുഴുവൻ സമയം ആ നടിയാക്രമിച്ച കേസാണ്. മനസ്സിൽ മുഴുവൻ ചിന്തകൾ ഇങ്ങനെ തീപിടിപ്പിക്കുകയായിരുന്നു നടിയാക്രമിച്ച കേസിൻ്റെ. കാരണം അതൊരു വൈകാരികമായി എടുക്കേണ്ടി വന്നു. കാരണം പുറത്തറിഞ്ഞതൊന്ന്, രണ്ട് പിന്നീട് അവസാന നിമിഷമാണ് അവരുടെ ബന്ധുക്കളുമായൊക്കെ സംസാരിക്കുന്നത്. ഈ കേസ് അന്വേഷണത്തിൻ്റെ യാത്ര കുറേ സഞ്ചരിച്ചതിന് ശേഷം അപ്പോൾ അവരുടെ ഒരവസ്ഥയൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ഈ പോരാട്ടം പാതി വഴിയിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയും അവരുടെ കുടുംബവുമാണ്. ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. പലരും അവരുടെ ബന്ധം ഉപേക്ഷിച്ചു പോയി. സിനിമാ രംഗത്തു നിന്നും ബന്ധുക്കളൊക്കെ കൈ ഒഴിഞ്ഞ, അപ്പോൾ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗം എങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഭീഷണികൾ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ പിന്നീട് അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ടായത്, ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഞങ്ങൾ ഒരു ആലപ്പുഴയിൽ സാഗർ വിൻസെൻ്റ് എന്ന സാക്ഷി മൊഴിമാറ്റി യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി സാഗർ വിൻസെൻ്റിനെ കാണാൻ നിരന്തരം, ഈ പൾസർ സുനിയെ ബന്ധപ്പെട്ടതുപോലെ തന്നെയാണ്, നിരന്തരം ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാത്ത സാഗർ വിൻസെൻ്റിനെ കാണാൻ അവരുടെ പ്രദേശത്തെത്തിയപ്പോൾ അന്ന് ഒരു ട്രാപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ മനസ്സിലാവാത്ത രീതിയിലാണ് അവിടത്തേക്ക് എത്തുന്നത്. പക്ഷെ ഒരു സംഘമായി ചേർന്ന് ആക്രമിക്കാൻ വന്നു. അന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പെട്ടെന്ന് അപകടം മനസ്സിലായി. വളരെ പെട്ടെന്ന് ഞങ്ങളെ വണ്ടിയിലോട്ട് വലിച്ച് കയറ്റി പുറത്തേക്ക് വരികയായിരുന്നു. പിന്നീട് അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ MLA ഒക്കെ കണ്ടപ്പോഴാണ് ഒരു അപകടം പിടിച്ച മേഖലയാണത്. അവിടെ നിരന്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇടപെടാൻ പറ്റാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവിടെ തുടർന്ന് അതിൻ്റെ വിവരം ശേഖരിച്ച് അങ്ങനെ ഒരു സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു. സ്വാധീന വലയത്തിൽ സാഗർ വിൻസെൻ്റ് പെട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത പുറത്തെത്തിച്ചതിന് ശേഷമാണ് സാഗർ വിൻസെൻ്റ് സ്വമേധയാ തന്നെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുമാണ് മൊഴി മാറ്റിച്ചതെന്ന് പോലീസിനെ അറിയിക്കുകയും പിന്നീട് മൊഴി തിരുത്തി. അത് നിർണായക തെളിവായി മാറി. കാരണം സാഗർ വിൻസെൻ്റ് ഈ കേസിൽ സാഗർ വിൻസെൻ്റ് ലക്ഷ്യയിലെ കാവ്യമാധവൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അവിടെയാണ് വിജീഷും പൾസർ സുനിയും എത്തി ഒരു പൊതി അവിടെ ഏൽപ്പിക്കുന്നത്. ആ മൊഴി മാറ്റി. പക്ഷേ പിന്നീട് നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷം അത് തിരുത്തി കോടതിയിൽ നേരിട്ട് വന്ന് തിരുത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോഴേ അതൊരു വിജയമാണ്, കുഞ്ഞു വിജയമാണ്. സന്തോഷിക്കാനുള്ള വിജയമല്ല, പക്ഷെ നമ്മൾ പോക്ക് ശരിയാണ്. യാത്രയ്ക്ക് ഊർജ്ജം നൽകുന്ന ചില ഘടകങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈ ഫോൺ കോളുകളായിട്ടും അങ്ങനെയൊക്കെ ഭീഷണി വന്നിട്ടുണ്ടോ? പല ഘട്ടങ്ങളിലായി ഭീഷണികൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പല ഘട്ടങ്ങളിലായി ഫോൺ കോളുകൾ വന്നു. അതിൽ ചിലതൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ചില പണത്തിലേക്ക് എത്തിയിട്ടില്ല. ആദ്യം അവർ ഒരു തരത്തിലും വഴങ്ങില്ലെന്ന് അവർ പലതരത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്. പലതരത്തിൽ ഇയാളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും. കാരണം അവർ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ സൗഹൃദ വലയങ്ങൾ മുഴുവൻ പരിശോധിക്കുമല്ലോ. അങ്ങനെ പരിശോധിക്കുകയും ചെയ്തിട്ട് ആയിരിക്കാം
ആദ്യം നമ്മൾ ഇതെന്തിനാണ് ഇതൊക്കെ പിന്നാലെ പോകുന്നത്, ബുദ്ധിമുട്ടി, അവിടെ ശമ്പളം പോലും ഇല്ലല്ലോ, എന്തിനു വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്, പിന്മാറിയാൽ പോരെ, ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ ഇത് പറയുന്ന ആളുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ്. വലിയ പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ സ്വാധീനിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലായി. പിന്നീട് എൻ്റെ റിയാക്ഷനാണ് അതിൽ. അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ എന്ത് പറയുന്നു, ഞാൻ കൃത്യമായി എൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കാണെന്ന് അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ. പക്ഷേ കടുത്ത ആര് വിളിച്ച് ഫോണിൽ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകും. പിന്നീട് വഴങ്ങില്ല എന്ന് ഉറപ്പിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം അവർ ഉപേക്ഷിച്ചു പോയിരുന്നു. ഒരു ദിവസം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എം വി രമേഷ് കുമാറിനെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ എന്നെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഞാൻ ഈ കാര്യം എം വി രമേഷ് കുമാറിനെ അറിയിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ബോസ് വിളിച്ചു എം വി രമേഷ് കുമാറിനെ, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ അത്രയും വലിയ പദവിയിലിരിക്കുന്ന ആൾക്ക് സ്വാധീനിക്കുക, അങ്ങനെ പലരും പല തരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തുന്ന ദുരനുഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ അവർ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായപ്പോൾ വല്ലാതെ മനസ്സ് വിഷമിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. തൽക്കാലത്തേക്ക് അവർ തെറ്റിദ്ധാരണ കൊണ്ടാകാം അങ്ങനെ സംസാരിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം നമ്മൾ അവരുടെ പേര് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ അവരൊക്കെ തിരുത്തേണ്ടതാണ്, അവർ ഒപ്പം നിൽക്കണം. പക്ഷെ എന്തായാലും ഭീഷണിയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. കുറേ ദുരനുഭവങ്ങൾ മാത്രമാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പറയുമല്ലോ, ആ ഒരു ഇരയാക്കപ്പെട്ട ആക്രമണം നേരിട്ട അവരുടെ ഒരു പോരാട്ടം, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോരാട്ടം അവരുടെയാണ്. അത് എല്ലാ ഇത്തരം കേസുകളെ സംബന്ധിച്ചുമാണെങ്കിലും ഇപ്പോൾ ഈ സമാനതകളില്ലാത്ത തരത്തിലാണ് അവർ പോരാടിയിട്ടുള്ളത്. ഇപ്പോൾ കോടതി വഴിയുള്ള പോരാട്ടമുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിൽക്കുന്നത് കണ്ടു. അങ്ങനെ എല്ലാ മേഖലകളിലും അവർ അങ്ങ് പോരാടിക്കൊണ്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വരുമായിരുന്നു. അതുപോലൊന്ന് മലയാള സിനിമയിലും അല്ല, കേരളത്തിൽ തന്നെയും പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല, പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇത് വലിയ വാർത്തയായി പുറത്തു വരികയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ മലയാള സിനിമയിൽ പല പുതിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ഇവർക്കൊപ്പം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ ചേർന്ന് നിന്നിട്ടുള്ള, ഒരുമിച്ച് ഇതിൻ്റെ ഒരു ഒപ്പം നിന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവർ പോലും ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള നടൻ്റെ കൂടെ വേദി പങ്കിടുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലും ഇവർ ഈ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരോട് തന്നെ പലകുറി നേരിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. അവരുടെ ഒരു ബുദ്ധിമുട്ടുകളെ കൂടുതലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒരു യാത്ര നടത്തുന്ന ഘട്ടത്തിൽ അത് ആഴത്തിൽ അറിഞ്ഞിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ആ പോരാട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്? ഒരു മാതൃകാപരമായ ഒരു പോരാട്ടമാണ്. അതിനപ്പുറത്തേക്ക് ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയായ വനിതകൾക്ക് ഒരു ഊർജം നൽകുന്ന നിലപാടാണ് അതിജീവിതം എടുത്തിട്ടുള്ളത്. അതിൽ അതിജീവിതയുമായി ആദ്യം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ വല്ലാതെ പലപ്പോഴും ഇങ്ങനെ അവർ സംസാരിച്ച പല കാര്യങ്ങളും മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. ഈ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചല്ല, അവർ അനുഭവിച്ച വേദനകളാണ്. ഈ സംഭവത്തിന് ശേഷം ഞാൻ പലപ്പോഴും അന്ന് എന്താണ് നടന്നതെന്നോ അതിനുശേഷം എന്താണ് നടന്നതെന്നോ ഞാൻ ഇതുവരെ ഇവരുടെ ബന്ധുക്കളോട് പോലും സംസാരിക്കാറില്ല. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ വിവരങ്ങളും അതുപോലെയുള്ള അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ കാരണം നമ്മൾ ചോദിച്ചാൽ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആ മനസ്സിന് മുറിപ്പെടുത്തലായിരിക്കും. പക്ഷെ അവർ തന്നെ പറയുകയാണ് അവരനുഭവിച്ച വേദനകൾ, ഒറ്റപ്പെടലുകൾ. പലപ്പോഴും സംസാരിക്കുമ്പോൾ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. അത് നമ്മളെയും ഒരുപക്ഷെ കണ്ണു നിറക്കും. പലപ്പോഴും സഹോദരനെ പോലെ ഒരു ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ വാർത്ത വന്നതിന് ശേഷം പോലും അവർ വീണ്ടും ആ വേദന, ആ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുന്നു. അങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയാണ്. അവരുടെ അമ്മയൊക്കെ വിളിച്ച് കരയുകയായിരുന്നു. അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ മുഴങ്ങാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓരോ ഘട്ടം പിന്നിടുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്ത, ലൈവിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചൊരു വാർത്ത, ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് നമ്മൾ 2022 ഫെബ്രുവരി ആദ്യം വരെ 4-5 തീയതികളാണ്. 4-ാം തീയതി രാത്രി 8 മണിക്ക് നമ്മുടെ ഡിബേറ്റിൽ, റിപ്പോർട്ടർ ഡിബേറ്റിലാണ് അത് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ അന്ന് ഇന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ, അദ്ദേഹം ഗസ്റ്റായിരുന്നു തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ആദ്യം ഞാൻ ഈ വാർത്ത
ബ്രേക്ക് ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഗസ്റ്റായി വരും. അദ്ദേഹം തടസ്സം പറഞ്ഞു, ഇത് കോടതി അലക്ഷ്യമാകും, ഒരു കാരണവശാലും ഇത് കൊടുക്കരുത്, കുരുക്കിലാകും. പക്ഷേ അതിന് തൊട്ടു മുമ്പ് എം വി ഗണേഷ്കുമാറും ഞാനും തമ്മിൽ സംസാരിച്ചിരുന്നു. കോടതി അലക്ഷ്യമാകും, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ, പൊതുജനം അറിയണം. കാരണം കോടതി കസ്റ്റഡിയിലിരിക്കുന്ന ഈ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചത് ആരായാലും, അത് ഏത് ന്യായാധിപനായാലും അത് പുറത്തറിയണം, നിയമത്തിന് വിധേയമാകണം അവർ. അങ്ങനെ ഒരു തീരുമാനം എടുത്തു അന്ന്. നേരെ മറിച്ച് മറ്റ് പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുക, അയ്യോ ഒരു പുതിയൊരു നിയമക്കുരുക്കിലേക്ക് പോകണോ എന്നൊരു ചിന്ത പെട്ടെന്ന്. കാരണം കോടതിക്കെതിരെ ഒന്നും വാർത്ത കൊടുക്കാൻ തയ്യാറാകില്ല പൊതുവെ. പക്ഷേ ഇത് വന്നേ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് വാർത്ത കൊടുക്കുമ്പോൾ, കാരണം ദൃശ്യങ്ങൾ, പീഡന ദൃശ്യങ്ങളാണ് പൊതു ഇടത്തിലേക്ക് എത്തിയെന്ന സംശയം നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന, അവരുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസം എത്രയെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് തത്സമയം തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും ഈ ദൃശ്യങ്ങൾ ചോരാൻ പാടില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനും എം വി ഗണേഷ്കുമാറും ആവർത്തിച്ച് ആ ഷോയിൽ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് ചോരാൻ പാടില്ല, ചോർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുകയാണ്. കാരണം ഞങ്ങളെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ നിമിഷം മുതൽ ആ കുട്ടി പിന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലായി. അങ്ങനെയാണ് അവർ പിന്നീട് മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കൊക്കെ ഒരു ദയാഹർജിയാണത്. തൻ്റെ ജീവിതം അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ദയാഹർജിയാണ്. അതൊക്കെ റോഷി, അതൊക്കെ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അന്ന് ആ വാർത്ത കൊടുത്തത് കൃത്യമായ വിവരങ്ങൾ വെക്കാതെ, കൃത്യമായ ആ ഡോക്യുമെൻ്റ് കൈവശം വെച്ചാണ് വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നത്. രണ്ടാം ദിവസമാണ് ഏത് ദിവസം ഏത് സമയം ഹാഷ് വാല്യൂ മാറി എന്ന വിവരം. പക്ഷേ നമ്മൾ ആ ഡോക്യുമെൻ്റ് ടെലികാസ്റ്റ് ചെയ്തില്ല. കാരണം ഡോക്യുമെൻ്റ് കൈമാറിയ ഉദ്യോഗസ്ഥനെ ബാധിക്കരുത്, അവരെ ബാധിക്കരുതല്ലോ, സോഴ്സിനെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം ഡോക്യുമെൻ്റ് ടെലികാസ്റ്റ് ചെയ്തില്ല. പക്ഷേ സമയവും ദിവസവും നമ്മൾ പറഞ്ഞു, ഇന്നേ ദിവസം ആ സമയത്ത് ആ മെമ്മറി കാർഡ് എവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവായി അത് മാറി. പിന്നീട് അതിനു മുകളിലായി ചർച്ചകളും, അത് വലിയ വിവാദമായി. അവിടെയാണ് പെട്ടെന്ന് പൊതുസമൂഹം ഇടപെടുന്നത്. പിന്നീട് വലിയ രീതിയിൽ വനിതാ സംഘടനകളും അതുപോലെ പലരും ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ വൈകാരികമായി ഇടപെട്ട് തുടങ്ങി. അവരൊക്കെ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി. ഇപ്പോൾ എറണാകുളത്ത് വഞ്ചി സ്ക്വയർ, അതേപോലെ തൃശ്ശൂരിൽ, കോഴിക്കോട്, മലപ്പുറത്ത്, തിരുവനന്തപുരത്ത്, അങ്ങനെ തുടങ്ങിയ പല പൊതുവിടങ്ങളിൽ സ്ത്രീകൾ വന്ന് അവൾക്ക് നീതി വേണം എന്ന ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതങ്ങനെ പിന്നീട് അങ്ങനെ തുടർന്നു പോയിരുന്നു. ആ സമയത്തൊക്കെ വിദേശത്തു നിന്നൊക്കെ ഫോൺ കോൾ, ആരാണെന്ന് പോലും അറിയില്ല, പല അമ്മമാരും വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള അതൊക്കെയായിരുന്നു പ്രോത്സാഹനം. കാരണം അന്ന് കൃത്യമായി നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടില്ലാത്ത വല്ലാത്ത പ്രതിസന്ധി അന്ന് സ്ഥാപനത്തെ വേട്ടയാടുന്ന സമയമാണ്. പക്ഷെ അന്ന് അത്തരം ചിന്തകൾ പോലും ഇല്ലാതിരുന്നത് ഇങ്ങനെ പല കോണുകളിൽ നിന്നും ആരാണെന്ന് പറയാതെ വരുന്ന ഫോൺ കോളുകൾ അവർ നൽകുന്ന പിന്തുണയായിരുന്നു. നിരന്തരം അവരുടെ ഒരു മകൾക്ക് ഒരു അപകടം സംഭവിച്ചതുപോലെ കരുതിയാണ് വിദേശത്ത് നടക്കം പലരും വിളിച്ച് കരയാണ്, ഇത്രയും അപകടം സംഭവിച്ചത് നിങ്ങൾ. പിന്നീട് പലപ്പോഴും കരുതലാണ്, ഇവരൊക്കെ ശ്രദ്ധിക്കണം, കരുതലാണ്. കാരണം മറുതലക്കലുള്ളത് വലിയൊരു മാഫിയ സംഘമാണെന്ന് പൊതുസമൂഹം ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല കൂടെ നിന്നവർ പോലും ഈ കൂറുമാറിയ സാഹചര്യം അല്ലേ, പലപ്പോഴും തനിക്കൊപ്പമുണ്ട് എന്ന് കരുതിയവർ പോലും ഇപ്പോൾ ഈ നടനൊപ്പം വേദി പങ്കിടുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലായി 21 സാക്ഷികളാണ് മൊഴി മാറ്റിയത്. അതിൽ ഭൂരിഭാഗവും ഈ സിനിമാ പ്രവർത്തകരാണ്. ഈ പീഡനത്തിനിരയായ പെൺകുട്ടിക്കൊപ്പം ജോലി ചെയ്ത, അഭിനയിച്ച, അവർക്കൊപ്പം നിൽക്കേണ്ട പലരും കൈവിട്ടു. അതൊക്കെ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന് പോലീസ് പിന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സമാന്തരമായി ആ പെൺകുട്ടിക്കൊപ്പം മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടർ TV മുന്നോട്ട് പോയത്. പക്ഷേ അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പല വാർത്തകൾ കൊടുക്കാൻ പറ്റാത്ത ചില മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർ നൽകിയ പിന്തുണയുണ്ട്. ഒപ്പം പരിഹസിച്ച മാധ്യമപ്രവർത്തകരുമുണ്ട്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന പലരും ഇതിനെ പരിഹസിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയും സംഭവിച്ചു. പിന്നെ ചില മാധ്യമങ്ങൾ ആ സമയത്ത് ഈ പ്രതിയെ വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ പലതരത്തിൽ അതൊക്കെ അന്ന് തന്നെ പരസ്യമായി വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു ആ സമയം.
അതാണ് ആ സമയത്തായിരുന്നു ഈ റിപ്പോർട്ടർ ടി വിയും ആ റോഷി വാലും ഇത്ര ഒരു പോരാട്ടം നടത്തുന്നത്. പിന്നീട് റിപ്പോർട്ടർ ടി വി പുതിയ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ റോഷി വാലിനെ സംബന്ധിച്ച് ഈ കേസ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അല്ലേ, എല്ലാ ദിവസവും എന്നുള്ള കണക്ക് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും സാഗൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ റിപ്പോർട്ടർ ടി വി പുതിയ ഒരു മാനേജ്മെന്റ് ഏറ്റെടുക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, തടസ്സങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റോഷി പറഞ്ഞത് കൃത്യമാണ്. കാരണം റിപ്പോർട്ടർ ടി വിയുടെ മാനേജ്മെൻറ്റ് മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും പുറത്തു നിന്നാണ്. അന്ന് ഈ അതിജീവിതക്കൊപ്പം നിന്ന, റിപ്പോർട്ടറിനൊപ്പം നിന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരൊക്കെ അവരുടെ ആശങ്ക അറിയിക്കുകയാണ്. റിപ്പോർട്ടർ ടി വി ഇനി ഈ വാർത്ത എടുക്കില്ല, ഇവരൊക്കെ ദിലീപിൻ്റെ ആളുകളാണ്, ദിലീപിൻ്റെ ഫണ്ടാണ്, അങ്ങനെ തുടങ്ങിയ പല തരത്തിൽ ആരോപണങ്ങളും അവരുടെ ആശങ്കകളും പങ്കുവെച്ചുകൊണ്ട് അത് കുറേ പേർ നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഇത് അപകടമാണ്, ഇനി ഈ വാർത്തയൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്വാഭാവികമായി നമ്മൾക്കും മനസ്സിലൊരു ആശങ്ക വരും. അങ്ങനെ ഒരു ആശങ്ക റിപ്പോർട്ട് ടി വി പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ 3 പേരെയും ഈ സഹോദരന്മാരെ നേരത്തെ അറിയായിരുന്നു. ആൻഡോ സാറിനെ ഉൾപ്പെടെ 3 പേരും, അതിൽ ഏറ്റവും കൂടുതൽ അടുപ്പം ആൻഡോ സാർ തന്നെ. അപ്പോൾ എനിക്ക് ഇവരെ കൃത്യമായി അറിയാം. അവർ വാർത്തകൾ ഇടപെടുന്ന ഒരു സ്വഭാവം അവർക്കില്ല. അത് വാർത്ത എന്ന നിലയിൽ കാണുമെന്ന്. കാരണം നേരത്തെ അവരുണ്ടായിരുന്നു, ഈ സ്ഥാപനത്തിനൊപ്പം ചേർന്ന് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അങ്ങനെ ഒരു ആശങ്കയോടെ വന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരുമിച്ചു, എല്ലാ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ചാനൽ ഓൺ എയർ ആവുന്നതിന് മുമ്പ് ഒരുമിച്ച് ഇരുന്ന്. പക്ഷെ അന്ന് നമ്മളങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഈ ഒരു കേസിൽ നമ്മൾ ഫൈറ്റ് ഇവിടെ അവസാനിപ്പിക്കില്ല, ആ ഫൈറ്റ് നമ്മൾ തുടരുമെന്ന് തീരുമാനമെടുത്തപ്പോൾ ആത്മവിശ്വാസം വന്നു. എന്നാൽ പോലും പിന്നീട് എവിടെയെങ്കിലും തടസ്സപ്പെടുമോ എന്ന ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ്, റിപ്പോർട്ടർ ടി വിയുടെ എഡിറ്റോറിയൽ ടീമൊക്കെ നൽകുന്ന പിന്തുണ നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് എന്തായി എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതിൽ ആൻഡോ സാറും അവർ 3 പേരും, അതിൽ അവർ നൽകുന്ന മാനസിക പിന്തുണ അത് നമ്മൾ ഈ സ്ഥാപനത്തിലെ റിപ്പോർട്ടറിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് എന്ന നിലയിലല്ല ഇടപെടൽ, എന്നും ഒപ്പം ഉള്ള സഹോദരന്മാരെ പോലെയാണ് 3 പേരും ഇടപെട്ടുകൊണ്ടിരുന്നത്. വാർത്തയിൽ പരമാവധി വാർത്ത എടുക്കാനാണ് നമ്മൾ. അത് സംശയത്തോടെ നിൽക്കുമ്പോൾ കൂടുതൽ പ്രോത്സാഹനം തരുന്ന സമീപനമാണ്. എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണ്. അത് എനിക്ക് അപ്പോഴും എം വിനേഷ് കുമാർ എന്താണോ ചെയ്തിരുന്നത്, സമാനമായ മാതൃകയിൽ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. അപകടം വരട്ടെ, എന്തും ഫേസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാകുമ്പോൾ പിന്നെ കൂടുതൽ ആത്മവിശ്വാസം വരും. മാത്രമല്ല, ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇപ്പം നമ്മൾ പറയുമല്ലോ, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയും. ഇപ്പോൾ കുറച്ചുകൂടി ഒരു പഴയകാല മാധ്യമ പ്രവർത്തകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിലപാടുകൾ എന്നതിനപ്പുറത്ത് എന്താണ് വാർത്ത എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നുള്ളത്. അതിൽ പലതരം ചർച്ചകളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളൊക്കെയാണ്. മാറി വന്ന കാലത്തിനനുസരിച്ച് അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ടി വി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ഇന്നു വരെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുന്ന നിമിഷത്തിൽ വരെ റിപ്പോർട്ടർ ടി വിക്ക് ഇതിലൊരു നിലപാടുണ്ടായിരുന്നു അല്ലേ? തുടക്കം മുതൽ തന്നെ റിപ്പോർട്ടർ സ്വീകരിച്ച നിലപാട് അത് കൃത്യമായിരുന്നു. അതിന് ആ നിലപാടിന് പോലും മറയുണ്ടായിരുന്നില്ല. ഈ ഒരു കേസിൽ റിപ്പോർട്ടർ അതിജീവിതക്കൊപ്പമാണ്. അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. യഥാർത്ഥം എന്താണ്, സത്യം എന്താണ്, അത് പുറത്തേക്ക് വിടും. അതിൽ പ്രതിയുടെ പ്രതികരണം, പ്രതിയുടെ ഭാഗം കേൾക്കേണ്ട ആവശ്യമില്ല എന്നങ്ങ് നിലപാടെടുത്തു. അത് പൊതുസമൂഹം എങ്ങനെ കരുതുന്നു? അതിപ്പോൾ എന്തൊരു വിഷയമായാലും അതിന് 2 അഭിപ്രായം ഉണ്ടാകും. ഒരു ഭാഗത്ത് നിന്ന് ഉള്ള അഭിപ്രായം അത് കേൾക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. കാരണം അതിജീവിത അങ്ങനെ മാനസിക പീഡനം അനുഭവിച്ചു. മാത്രവുമല്ല, ഏതാണ്ട് 5 വർഷക്കാലം മലയാള സിനിമയിൽ നിന്നും സിനിമാഭിനയം പൂർണ്ണമായും ഒഴിവാക്കി മറ്റൊരു നാട്ടിൽ അഭയം തേടേണ്ട ഒരു സാഹചര്യമൊന്നും ആ കുട്ടി. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വീട്ടിനകത്ത് ഒരു ഇരുട്ടുമുറിയിൽ കഴിയുക, അടച്ചിട്ട മുറിയിൽ കഴിയുക, മാനസികമായി ഇങ്ങനെ ഈ സംഭവം, ഈ ക്രൂരമായ ആ ഒരു വേട്ടയാടൽ, അതിങ്ങനെ മാനസികമായുള്ളൊരു വേട്ടയാടൽ തുടരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടൽ. അത് ഈ ഒരു പീഡനം കഴിഞ്ഞ് 5 വർഷവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണമാണ് ആ നടിയും കുടുംബവും നേരിട്ടത്, അവർക്കൊപ്പം നിന്നവർ നേരിട്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തിൽ എന്തിനാണ് നമ്മൾ ഒരു മറുഭാഗം കേൾക്കുന്നത്? നമ്മൾ അതിജീവിതക്കൊപ്പം നിലപാടെടുത്ത് പോവുക. അതാണ് മാധ്യമ പ്രവർത്തനം. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് ഞാൻ മാധ്യമ പ്രവർത്തനത്തെ കാണുന്നത്. ഞാൻ നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്, സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.
വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ആകൃഷ്ടനാകുന്നത് ഒരു ആക്ടിവിസമായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥ സത്യം എന്താണോ അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ അത് തെളിവുകളടക്കം പുറത്തു വിടുക, എന്നിട്ട് അതിനൊപ്പം നിൽക്കുക. അതിൽ ആരാണോ ഇരക്കൊപ്പം നിൽക്കുക എന്നതാണ്. അല്ലാതെ അതിൽ നമ്മൾ ബാലൻസ് ചെയ്യാനുള്ള ശ്രമം ഭൂരിഭാഗം ആളുകളും ബാലൻസ് ചെയ്ത് പോകേണ്ടത്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ ക്രൂരമായി വേട്ടയാടി ഒരു തവണ പോലും പശ്ചാത്തപിക്കാത്ത ക്രിമിനൽ സംഘത്തോട് എന്ത് അഭിപ്രായം ചോദിക്കാനാണ് നമ്മൾ? അപ്പോൾ അതിൽ നമ്മൾ ആ നിലപാടെടുത്ത് അങ്ങ് മുന്നോട്ട് പോകണം. അതിലുള്ള എല്ലാ നഷ്ടങ്ങളും അങ്ങ് സഹിക്കാൻ തീരുമാനിച്ചു. അത് സ്ഥാപനം തീരുമാനിച്ചു, റിപ്പോർട്ടർ തീരുമാനിച്ചു, ഒപ്പം MV നികേഷ് കുമാർ അന്ന് തീരുമാനിച്ചു, ഞാനും തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാ നഷ്ടങ്ങളും അത് എന്താവട്ടെ ആ നഷ്ടങ്ങളൊക്കെ അങ്ങ് സഹിക്കും, എന്ത് പ്രതിസന്ധി വന്നാലും അത് മറികടക്കുമെന്ന തീരുമാനം മനസ്സിലെടുത്താണ് മുന്നോട്ട് പോയത്. പിന്നീട് പുതിയ മാനേജ്മെൻറ്റ് എത്തുമ്പോൾ ആ സാഹചര്യമൊക്കെ മാറി. കാരണം നമുക്ക് ആ പ്രതിസന്ധികൾ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ല, ടെക്നിക്കൽ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ ഒന്നും ഒരു വാർത്ത തേടി മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല പുതിയ മാനേജ്മെൻറ്റ് വരുമ്പോൾ. പക്ഷേ അന്ന് MV നികേഷ് കുമാർ എങ്ങനെയാണോ നടിയാക്രമിച്ച കേസിൽ എനിക്ക് പിന്തുണ നൽകിയത്, സമാനമായ രീതിയിലുള്ള പിന്തുണ നൽകിയെന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാദ്യം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. ആശങ്ക മാറുന്ന തരത്തിൽ അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പൾസർ സുനിയുടെ ആ ഒരു അഭിമുഖമല്ല, അത് ആ ഒളിവ് ക്യാമറയിലൂടെ പകർത്തിയ ആ വെളിപ്പെടുത്തലല്ല, അതിനപ്പുറത്തേക്ക് തന്നെ അവർ പിന്തുണ നൽകുന്നുണ്ടായിരുന്നു. കാരണം ഇതിനിടയിലാണ് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കുറേ വിശദാംശങ്ങൾ, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒക്കെ ഇതിനിടയിലാണ്. ഇത് ഒരു വർഷം മുമ്പാണ്. ആ സമയത്തൊക്കെ പൂർണ്ണ പിന്തുണയാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു മുന്നോട്ട് പോകുന്ന ഊർജ്ജവും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ, അത് തന്നെയും വളരെ റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നല്ലോ അല്ലേ? എങ്ങനെ അത് വിശ്വാസം നേടിയെടുക്കണം, ഇത്രയും കാര്യങ്ങൾ പറയിപ്പിക്കണം? അപ്പോൾ റോഷിപാൽ തന്നെ ഒരു ആത്മകഥ എഴുതുകയാണ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയാണെന്ന രൂപത്തിലാണ് സമീപിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എടുക്കണമല്ലോ. നമുക്കറിയാം, ഒരു കൊട്ടേഷൻ സംഘത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പേടിക്കുന്ന കാര്യം ഉണ്ടാവുമല്ലോ ഇത്തരം കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ. റോഷി, പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് മുതൽ ഒരു വട്ടമെങ്കിലും കാണണം, എന്താണ് സത്യം അറിയണം, ആരാണ് ഈ കൊട്ടേഷൻ നൽകിയതെന്ന് പൾസർ സുനി പറയണം, അതൊന്ന് പുറത്തെത്തിക്കണം എന്നുണ്ടായിരുന്നു. കാരണം സമൂഹത്തിൽ രണ്ട് തട്ടിലായി അഭിപ്രായങ്ങളുണ്ട്. ഈ കേസിലെ 8ാം പ്രതി ബന്ധമില്ല എന്നും, 8ാം പ്രതിയുടെ വാദം തന്നെ മുൻ ഭാര്യയും സുഹൃത്തും ഇങ്ങനെ ഒരു കൊട്ടേഷൻ നൽകി തൻ്റെ കരിയർ തകർത്തു എന്നാണ്. അപ്പോൾ അത് സത്യമല്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും കുറ്റകൃത്യം ചെയ്തയാൾക്ക് പറയാനുള്ളത് കേൾക്കണം, അയാൾ ഒരുപക്ഷെ അത് പറഞ്ഞേക്കാമെന്ന മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിരന്തരം ബന്ധപ്പെടുകയായിരുന്നു. ഈ മുഖ്യപ്രതിയുടെ ഒരു സുഹൃത്തായ മറ്റൊരു കുറ്റവാളി വഴിയാണ് അവിടേക്ക് എത്തുന്നത്. ആ കുറ്റവാളി കേസുമായി ബന്ധപ്പെട്ട് പലവട്ടം ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഉള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം തന്നെയാണ് ഈ പ്രതിയിലേക്ക് എന്നെ എത്തിച്ചതും. പലതവണ ബന്ധപ്പെട്ടാണ് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വട്ടം കാണുന്നു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിത് കൂടുതൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞില്ല. ഞാൻ ആകെ തിരുവനന്തപുരത്ത് TV പ്രസാദിനോടും പിന്നീട് നമ്മുടെ മാനേജിങ് എഡിറ്റർ ആൻഡ്രോ സാറിനോട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പോയി. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ആരും അറിയണ്ട ഇപ്പോൾ, കാരണം അറിഞ്ഞാൽ അപകടമാണ്, അറിഞ്ഞാൽ തന്നെ അപകടമാണ്, അത് ചോർന്നു പോകുന്നതല്ല. അങ്ങനെ ആദ്യം അവരുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ഒപ്പം വിടുന്നത്, അവരുടെ ഏറ്റവും വിശ്വസ്തൻ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മുഴുവൻ സമയം അവർക്കൊപ്പമുള്ള ആളെ വിടുകയാണ്. ഇയാൾ മതി. അങ്ങനെ പ്രത്യേക വാഹനമൊക്കെ സജ്ജമാക്കി നമ്മൾ ആദ്യം കാണാൻ പോകണം. ആദ്യം വിളിച്ച് ഒരിടത്ത് വരാൻ പറയുന്നു. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് വരാൻ പറയുന്നു. അവിടെ പോകുന്നു. അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു നിഗൂഢമായ ഒരു മേഖലയിലെത്തുന്നു. ആ മേഖലയിലെത്തിയപ്പോൾ അവിടെ ജനവാസ മേഖലയല്ല, ഒരു വനമേഖല ആണത് ഫീൽ ചെയ്യുന്നത്. വനമേഖല ഫീൽ ചെയ്യുന്നു. അവിടെ നിന്ന് നിലവിളിച്ചാൽ പോലും പുറത്ത് കേൾക്കില്ല. അപകടമാണെന്ന് മനസ്സിലിങ്ങനെ ഒരു അലാം പോലെ, അപകടമാണ്, ട്രാപ്പിലായെന്ന സംശയം വന്നു. ഒപ്പം ഉണ്ടായിരുന്ന ആളെ ആശങ്കപ്പെടുത്തേണ്ടെന്ന് കരുതി ഞാൻ ഉണ്ടായിരുന്നു. അപ്പം കൃത്യമായി ഒരു 15 മിനിറ്റ് കാത്തിരുന്നപ്പോഴാണ് പൾസർ സുനി എത്തുന്നത്. വരുമ്പോൾ ഒപ്പം വലിയൊരു സംഘമുണ്ട്. ക്രിമിനൽ സംഘമാണെന്ന് കാഴ്ചയിൽ തന്നെ അറിയാം. അവരൊക്കെ താഴേക്ക് ഇറങ്ങുന്നു. അവരുടെ നമ്മളെ നോക്കുന്നത് തന്നെ അവർ ക്രൂരമായ ഒരു നോട്ടമാണ്. പിന്നീട്
ഒരു വലിയ ഏരിയയിലൂടെ നടന്ന് ഒരു റബ്ബർ തോട്ടത്തിലൂടെ നടന്ന് ഒരു പുഴയോരത്ത് ഫെൻസിങ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫെൻസിങ് ചോദിച്ചപ്പോൾ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഫെൻസിങ്ങിനപ്പുറത്ത് ഒരു പുഴയോരം, മനോഹരമായ ഒരു പുഴയോരത്ത്, അവിടെയാണ് ഇവരുടെ പ്രധാന സങ്കേതം എന്ന് മനസ്സിലായി. അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ സംസാരിച്ചും മനസ്സ് തുറക്കുന്നില്ല. നിരീക്ഷിക്കുകയാണ് പൾസർ സുനി. എന്താണ്, ഏതാണ്, ഉദ്ദേശം എന്താണ്. പുസ്തകം എഴുതാനാണെന്ന് പറഞ്ഞെങ്കിൽ അത് അന്ന് പൂർണ്ണമായും പൾസർ സുനി വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ഇടയ്ക്കൊക്കെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും കൊട്ടേഷൻ ഉണ്ട് അവിടെ. കൊട്ടേഷൻ സംഘം എൻ്റെ ടീമാണ്, ഇവിടെയുണ്ട്. പിന്നീട് എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എൻ്റെ വീടിനടുത്ത് ഏതാണ്ട് പ്രദേശത്തുള്ള ഒരു കൊട്ടേഷൻ സംഘത്തലവൻ, അയാളുടെ പേര് പറയുന്നു, അവിടെ വന്നിരുന്നു. അതൊക്കെ എന്നെ ഭീതിപ്പെടുത്താനാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്താൽ, വഞ്ചിച്ചാൽ പണി ഉറപ്പാണ് എന്ന ഒരു മുന്നറിയിപ്പാണ്. പിറകിൽ ഒരാൾ കത്തിയുമായി വരുന്നു. എന്താണ് എന്ന് പ്രത്യേകിച്ച് കാര്യമില്ലാതെയാണ് വരുന്നത്. അപ്പോൾ തന്നെ അത് അവിടെ ആളുണ്ട് എന്ന് കാണിക്കാനാണെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ ട്രാപ്പിലാണ്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒളിക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് പൾസർ സുനിക്ക് ബോധ്യമായാൽ അവിടെ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലായി. കാരണം ഒരു പുഴയോരത്താണ്, തള്ളിപ്പുഴയിലിട്ടാൽ പോലും അറിയില്ല. അതിനപ്പുറത്തും കരയല്ല, അതിനപ്പുറത്ത് ഒരു തുരുത്ത്, അത് കഴിഞ്ഞാൽ വീണ്ടും പുഴയാണ്, പിന്നീട് വനമേഖലയാണ്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അവിടെ ജനവാസ മേഖലയല്ല, ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ട്രാപ്പിലാണെന്ന് മനസ്സിലായപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് പിന്നീട് അങ്ങോട്ട് സംസാരിച്ചത്. അപകടം വരാത്ത രീതിയിൽ സംസാരിച്ചു. വിശ്വാസ്യത നേടിയെടുക്കാനാണ് അന്ന് ശ്രമിച്ചത്. വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ സമയം സംസാരിച്ചു. ഏതാണ്ട് ഒരു 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ പിരിയാമെന്ന് തീരുമാനമെടുത്ത് പിരിഞ്ഞ്. പിന്നീട് വാഹനത്തിനടുത്തെത്തിയപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകത്തിനായി എഴുതിയ ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുസ്തകം എഴുത്ത് തന്നെയാണ് മനസ്സിലായി. അപ്പോഴാണ് പറയുന്നത്, കുറച്ച് കാര്യം കൂടെ നമുക്ക് സംസാരിക്കാം, വേറൊരു ദിവസം ഒന്ന് കാണാമല്ലോ. അവിടെ പിടിക്കുകയായിരുന്നു. അത് മനസ്സിലായി. ഇനി അടുത്ത തവണ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. കാരണം എൻ്റെ ഉദ്ദേശം പുസ്തകം എഴുത്താണ്. എൻ്റെ കയ്യിൽ ക്യാമറയില്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ മൊബൈൽ ഫോൺ എൻ്റെ കൈവശം അല്ലെങ്കിൽ ബാക്ക് പോക്കറ്റിൽ അങ്ങനെയൊക്കെ വെച്ചാണ് നടക്കുന്നത്. അപ്പം ഒരു തരത്തിൽ മനസ്സിലാവേണ്ട, കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞ് പിന്നീട് അന്ന് മുതൽ നിരന്തരം വിളിക്കുകയാണ്. ഫോൺ കോളിൽ വിളിച്ച് കേസുമായി ബന്ധപ്പെട്ടതല്ല, വ്യക്തിപരമായ കാര്യങ്ങളും ഇന്ന് കോടതിയിൽ പോയോ അങ്ങനെയുള്ള ഒരു സാധാരണ ഈ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള സ്വാഭാവികമുള്ള സംഭാഷണത്തിൽ ഒതുക്കും. അങ്ങനെ ഒടുവിൽ ആ ദിവസം വരികയാണ്. ആ ദിവസം വന്നപ്പം സമാനമായ രീതിയാണ്. രാവിലെ കാണാമെന്ന് പറയുന്നു, വന്നില്ല. ഓരോ സമയം ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പൾസർ സുനി ഒരു സ്ഥലം പറയുന്നു, അവിടത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ അവിടെ വരണ്ട, മറ്റൊരിടം. അങ്ങനെ ഇടങ്ങൾ മാറ്റി മാറ്റി. പക്ഷെ നമ്മൾ ക്ഷമയോടെ അവസാനം ഒരിടത്ത് കാണാമെന്ന് പറയുന്നത് അവിടെ ഞങ്ങളെത്തി. 1 മണിക്കൂർ കഴിഞ്ഞ് പൾസർ സുനി എത്തുമായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാണ് സംസാരിക്കുന്നത്. ഒരിടത്തും ഇരിക്കാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സംസാരിക്കും, പിന്നീട് നടക്കും, പിന്നീട് ഒരു സ്ഥലത്ത് നിൽക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്യാമറ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാണാമറയത്ത് പോകാനായിരിക്കാം. എന്തോ ഇങ്ങനെ നടക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു പലപ്പോഴും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അത്രയും പ്രധാനപ്പെട്ടതാണ്. നന്നായി ക്ഷമയോടെ ഓരോ കാര്യങ്ങളും കേൾക്കുകയായിരുന്നു. ഒട്ടും നമുക്ക് കേൾക്കാൻ സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും. പക്ഷേ അത് പുറത്തെത്തിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ സുഖകരമല്ലാത്ത കാര്യങ്ങൾ സ്വാഭാവികമായി അത് കേട്ടാൽ നമ്മൾ പ്രതികരിച്ചു പോകും. ഇപ്പോൾ പലരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ വെളിപ്പെടുത്തൽ പുറത്തു വിട്ടതിന് ശേഷം ഇതൊരു പ്ലാൻഡ് ആണെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വളരെ കോമൺ സെൻസ് വെച്ച് തന്നെ നമുക്കതിനെ എതിർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ പ്രതി തന്നെ പറയുന്നുണ്ട്, അതായത് മറ്റൊരു കൊലപാതകത്തിന് വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരാൾ അങ്ങനെ അദ്ദേഹം കൂടി ചേർന്ന് തീരുമാനമെടുത്തൊരു തുറന്നു പറച്ചിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നുള്ളതൊക്കെ വളരെ അല്ലേ ചെറിയ ചോദ്യങ്ങളെ ആവശ്യമുള്ളൂ. അതിൽ കൃത്യമായ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തുവിട്ട സംഭാഷണം കേട്ടാൽ തന്നെ അത് മനസ്സിലാവും. ഇനി അതല്ല, ഈ പുറത്തുവിടാത്ത വലിയ ടാപ്പുണ്ട്, യഥാർത്ഥ ടാപ്പ്. അത് നമ്മൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത് പോലീസ് ആവശ്യപ്പെട്ടാൽ കൈമാറാനാണ്. കാരണം എല്ലാം പുറത്തു വിടണ്ട. അതിൽ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അത് മാനസിക ആഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അത് ടെലികാസ്റ്റ്. അതിലൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാവും അത് മുഴുവൻ കേൾക്കുമ്പോൾ. മാത്രമല്ല, ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത ആ വെളിപ്പെടുത്തൽ പൂർണ്ണമായും കേട്ടുകഴിഞ്ഞാൽ തന്നെ അതിൽ പലതും പൾസർ സുനിക്ക് കുരുക്കാകുന്നതാണ്. പൾസർ സുനിക്ക് ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞത്
കടുത്ത നിയന്ത്രണമാണ്. മാധ്യമങ്ങളുമായി ഇടപെടാൻ പാടില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പങ്കുവെക്കരുത്. അങ്ങനെ ഒരു കർശന വ്യവസ്ഥയിൽ ദിവസങ്ങളോളം കോടതിയെ സമീപിച്ച് ലഭിച്ച ജാമ്യമാണ്. ആ ജാമ്യം റദ്ദാക്കി കോടതി ജയിലിനകത്തേക്ക് പോകാൻ ഈ പൾസർ സുനി തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു ഇങ്ങനെയൊക്കെ സംവിധാനം സെറ്റ് ചെയ്ത് അതൊക്കെ അവർ പലതരത്തിലാണ്. ചില മാധ്യമ പ്രവർത്തകർ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ കളിയാക്കി മാധ്യമ പ്രവർത്തനം, ഇതാണോ മാധ്യമ പ്രവർത്തനം, അധമ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തനം എഴുതിയപ്പോൾ ചിലപ്പോൾ സങ്കടമൊക്കെ വന്നു. ഇതിൽ മാധ്യമ പ്രവർത്തകർ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകർ കുറേ പേരുണ്ട്. പക്ഷേ പല തടസ്സങ്ങളുണ്ടാവും. ഒരുപക്ഷെ എഡിറ്റോറിയൽ തീരുമാനം തടസ്സമാകാം, മാനേജ്മെൻറ്റിൻ്റെ നിലപാട് തടസ്സമാകാം. അങ്ങനെയൊക്കെ ഒരു കൃത്യമായ ഒരു പിന്തുണ അത് ആ സംവിധാനത്തിനകത്ത്, ആ സ്ഥാപനത്തിനകത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റും. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം, സാമൂഹ്യ മാധ്യമത്തിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ മനുഷ്യാവകാശമൊക്കെ പറയുന്ന പല ആളുകളുണ്ടാവും. അവരൊക്കെ വന്ന് ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ മോശമായ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴേ അവർ ഈ AC മുറിയിൽ ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്ന കുറേ പേരുണ്ട്. അവരൊക്കെയാണ് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്ന് ഇത്തരം കുറിപ്പുകൾ എഴുതി ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ട്. എന്തൊരു വൃത്തികേടായിട്ടാണ് തോന്നിയത്. ഇത് മാധ്യമ നമുക്ക് സമൂഹത്തോട് എത്ര വലിയ ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിൽ മനുഷ്യരോട് വലിയ ഉത്തരവാദിത്വമില്ലേ? അത് നിർവഹിക്കലല്ലേ നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അല്ലാതെ ഇതൊരു മുഴുവൻ സമയം ജോലിയായി കണ്ടാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു നിലപാട് അതാണ്. ഇത് മാധ്യമ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്. ചില ഘട്ടങ്ങളിൽ അത് ആക്ടിവിസമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ സിനിമാക്കാരനോ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കൽ മാത്രമല്ലല്ലോ ഒരു മാധ്യമപ്രവർത്തന കടമ. ഇപ്പം നമ്മൾ ഈ വെളിപ്പെടുത്തലിന് ശേഷവും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പോൾ ഈ വിവരങ്ങൾ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനേ കഴിയുകയുള്ളൂ അല്ലേ? കേസിൽ തന്നെ നിർണായകമാകുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുവരെ അത് കോടതി പോലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ എന്തായിരിക്കും ഇനിയിപ്പോൾ ഈ കേസിൻ്റെ ഭാവി എന്നുള്ളതാണ്. റോഷിപാൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്തായിരിക്കും ഈ കേസിൻ്റെ ഭാവി? അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വെളിപ്പെടുത്തലിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടന്നാലല്ലേ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ? റോഷി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഭാഗമുണ്ട്. കോടതിയിൽ ഈ സാക്ഷികളായെത്തിയ ഓരോ വ്യക്തിയും പറഞ്ഞ കാര്യങ്ങൾ, പ്രതികൾ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമാണ് പലതും. അതുകൊണ്ടാണ് ഈ സാക്ഷികൾ മൊഴിമാറ്റിയ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പൾസർ സുനി പലപ്പോഴും പോലീസിന് ചില മൊഴികൾ കൊടുക്കുന്നു, കോടതിക്കകത്ത് മാറ്റിപ്പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള വെളിപ്പെടുത്തൽ ഇതൊന്ന് രണ്ട് തരത്തിൽ കാണണം. ഇത് പൊതുസമൂഹത്തിന് ഇത് പുതിയ അറിവാണ്. ഈ കുറ്റകൃത്യം നടത്തിയ പൾസർ സുനി നേരിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു. അയാൾ വലിയ ആത്മാഭിമാനത്തോടെയാണ് പറയുന്നത്. ചില ഘട്ടങ്ങളിൽ വളരെ നിസ്സാരമായിട്ടോടെ ദൃശ്യങ്ങളൊക്കെ അത് എല്ലാവരുടെ കയ്യിലുണ്ട്. 1005 പേരൊക്കെ ദൃശ്യങ്ങൾ കണ്ടു. വളരെ നിസ്സാരമാണ്. അപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനമാണ്, അവരുടെ ജീവിതമാണ്. ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ കൃത്യമായി വിവേകത്തോടെ ക്ഷമയോടെ ഇത് കേൾക്കുകയായിരുന്നു. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ അറിയണം. കാരണം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നേടാൻ വേണ്ടി കുറ്റവാളികൾ ശ്രമിക്കുകയാണ്. കുറ്റവാളിയെ വെള്ളപൂശാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്നത് അതിജീവിതയാണ്. കുറ്റവാളിയെ ഓരോ ആളും വെള്ളം പൂശുമ്പോൾ കൃത്യമായും അവർ മനസ്സിലാക്കണം, അവിടെ അപമാനിക്കപ്പെടുന്നത് അതിജീവിതയും അവരുടെ കുടുംബവും അവർക്കൊപ്പമുള്ളവരുമാണ്. ഇവിടെയുള്ള ഏതെങ്കിലും തരത്തിൽ ഓരോ പെൺകുട്ടിക്കും ആത്മധൈര്യം വരുന്നുണ്ടെങ്കിൽ ഈ അതിജീവിതയുടെ നിലപാടാണ്. അത് ഇതിനോട് ചേർത്ത് വെക്കണതാണ് ബർക്കാദത്തിന് അതിജീവിത നൽകിയ അഭിമുഖം. അതിലേക്ക് എത്തുന്നത് റിപ്പോർട്ടർ ടിവിയുടെ നിർണായകമായ നിലപാടും ഈ വാർത്തകളുമായിരുന്നു. എത്ര ആത്മധൈര്യത്തോടെയാണ് അവർ വന്ന് പറയുന്നത്, മുഖം മറക്കാതെ വന്ന്, ഞാൻ ഇരയല്ല അതിജീവിതയാണ്. അതിനുശേഷം അവർ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഞാനിപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഞാൻ ഒരു വാർത്ത, റിപ്പോർട്ടർ TV ഒരു വാർത്ത കൊണ്ടുവരുന്നു, അത് നിരന്തരം നമ്മൾ അത് പിന്തുടർന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചപ്പം ആ പെൺകുട്ടി ഇരുട്ടുമുറിയിൽ നിന്നും വെളിച്ചത്തേക്ക് വരികയാണ്, അഭ്രപാളിയിലേക്ക് തിരിച്ചെത്തുകയാണ് ആ കുട്ടി. അത് വലിയ ആത്മാഭിമാനമാണത്. അതിജീവിതയാണെന്ന് ഉറക്കെ പറയുകയാണ്, എൻ്റെ മുഖം ഇനി മറക്കേണ്ടതില്ല. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പേര് പറയുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ മുഖം കാണിക്കുന്നില്ല എന്ന് ദേഷ്യത്തോടെ എന്നോട് ഈ അതിജീവിത സംസാരിച്ചിരുന്നു. പക്ഷെ നമ്മൾക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല ആ കുട്ടി അറിയണ്ട. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് വിഷമം വരും. അവർ ആത്മധൈര്യത്തോടെ ഒരു പോരാട്ടം തുടങ്ങുകയാണ്, സിനിമയിൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു.
ആകെ മാറി നമ്മൾ അപ്പോൾ അതൊരു മാതൃകയാകുകയാണ്, ഊർജമാണ്. അടിമുടി പോരാട്ടമായിരുന്നു. അതെ, കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ സിംബോളിക്കായ പോരാട്ടം അവർ നടത്തുന്നു, കോടതിയിൽ മറ്റു പോരാട്ടം നടത്തുന്നു, സമൂഹ മാധ്യമങ്ങളിലടക്കം വന്ന് നിലപാട് പറയുന്നു, മറ്റു പല വേദികളിലും അല്ലേ, കേരളം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള പല വേദികളിലും എത്തി അവർ തുറന്ന് സംസാരിക്കുമ്പോഴുള്ള കയ്യടികളൊക്കെയും. പക്ഷെ അത് ഒരു പുറത്തേ ഉള്ളൂ, മറുപുറത്ത് അവർ ഈ പറയുന്ന മേഖലകളിൽ നിന്നെല്ലാം ഇപ്പോഴും പലതരത്തിലുള്ള ഭീഷണികളും അല്ലെ അവർ പൂർണ്ണമായി ഇപ്പോഴും റോഷ്നി പൂർണ്ണമായി ഒരു സ്വീകാര്യത അവർക്ക് നൽകാൻ സിനിമാ ലോകം തയ്യാറായിട്ടൊന്നുമില്ല. കൃത്യമാണ്. കാരണം അന്ന് ഒരു നിലപാടിൻ്റെ ഭാഗമായി ഈ വാർത്തകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ കുറച്ച് നല്ല സിനിമാ പ്രവർത്തകർ അവർ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. പിന്നീട് അതിൻ്റെ തുടർച്ചയായി അതേ സിനിമാ പ്രവർത്തകർ തന്നെ ചില സിനിമകളിൽ അവർക്ക് അവസരം നൽകി. അതിനപ്പുറത്തേക്ക് ഈ പോരാട്ടത്തിന് പണം കണ്ടെത്താൻ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ട അവസ്ഥ വരെ എത്തി. പലപ്പോഴായി കുറച്ച് പണത്തിന് വേണ്ടി പരസ്യ ചിത്രങ്ങളിലേക്ക് അഭിനയിക്കുകയാണ്. കാരണം അവർക്ക് വേറെ മുന്നോട്ടുള്ള ആ പോരാട്ടം അത് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ സാമൂഹ്യ സമ്മർദ്ദമായി പിന്നീട് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് സുപ്രീം കോടതിയിലെ ഏറ്റവും മുൻനിര അഭിഭാഷകരെയൊക്കെ ഇതിലേക്ക് ഇറക്കേണ്ടി വരും. കാരണം പ്രതിഭാഗം അത്രയും വലിയ അഭിഭാഷകരെ കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അങ്ങനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ആ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ആ പോരാട്ടം തുടരുകയാണ്. ഒരുപക്ഷെ നമ്മൾ നൽകുന്ന ആ പിന്തുണ, നമ്മളെപ്പോലെ അവർക്കൊപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ പിന്തുണ നൽകുന്ന കുറേ പേരുണ്ട്. അതൊക്കെയാകും അവർ ശക്തമായ പോരാട്ടം നയിക്കുന്നത്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്നും അവരുടെ കൂടെയാണ് ഉള്ളത്. തീർച്ചയായും നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കും. ഇത്തരം സംഭവങ്ങളിൽ റിപ്പോർട്ടർ എടുക്കുന്ന നിലപാട് സത്യമായും അത് കൃത്യമാണ്. അതിജീവിത അല്ലെങ്കിൽ ഇരകൾ എന്നൊക്കെ പറയുന്ന അവർക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിൽ വിമർശനങ്ങൾ നമ്മൾ അത് പരിഗണിക്കുന്നേയില്ല. വിമർശനങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് ഒരു തരത്തിലും തടസ്സമാകില്ല. ഇനിയും ഇതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകും. അത് എന്ത് പ്രതിസന്ധി നമ്മൾ അതിജീവിച്ച് മുന്നോട്ട്, അത് ഭീഷണിയുമായി ആരും വന്നിട്ട് കാര്യമില്ല. അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് ഭേദം. കേസ് അധികകാലമില്ലാതെ അതിൻ്റെ വിധിയിലേക്ക് എത്താനാണ് സാധ്യത. കേസിൻ്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. ഒരുപക്ഷെ ഒരു 2 മാസത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ വിധി വരും. ഇപ്പോഴും നമ്മൾ പുറത്തു കൊണ്ടുവന്ന തെളിവുകളടക്കം ഈ കേസിൽ പ്രോസിക്യൂഷൻ്റെ ഏറ്റവും ശക്തമായ തെളിവായി കോടതിക്കകത്ത് എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നിർണായകമാണ്. ഇതൊരുപക്ഷെ കേരള പൊതുസമൂഹത്തിൽ തന്നെ ഇത്തരം പീഡനങ്ങൾ നടത്തിയവർക്ക് ഒരു പാഠമാകുന്ന തരത്തിലുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷയാണ്.